സാമ്പത്തിക സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ അനധികൃതമായി രേഖകൾ കൈക്കലാക്കുകയും അതേ പേരിൽ സ്ഥാപനം തുടങ്ങുകയും ട്രേഡ് മാർക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി സ്ഥാപന ഉടമകൾ. മുൻ ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉടമകൾ പറയുന്നു. മാന്നാർ ശ്രീലക്ഷ്മി ചിപ്സിന്റെ ഉടമയായ ബിന്ദു കെ.സിയും മകൻ ആകാശ് രമേശുമാണ് മുൻ ജീവനക്കാരൻ വഞ്ചന കാട്ടിയെന്നാരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നയാൾ അനധികൃതമായി സ്ഥാപനത്തിന്റെ രേഖകൾ കൈക്കലാക്കുകയും അതേ പേരിൽ സ്ഥാപനം തുടങ്ങുകയും ട്രേഡ് മാർക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് മാന്നാർ ശ്രീലക്ഷ്മി ചിറ്റ്സിന്റെ ഉടമ ബിന്ദു കെ.സിയും മകൻ ആകാശ് രമേശും ആരോപിക്കുന്നത്. ഇയാൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ബിന്ദുവും ആകാശ് രമേശും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാന്നാർ കുട്ടമ്പേരൂർ ഹോമിയോ ആശുപത്രിക്ക് സമീപം 1.5 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന തന്റെ സ്ഥാപനത്തിൽ കളക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന കുട്ടമ്പേരൂർ സ്വദേശി സന്തോഷിനെതിരെയാണ് വിശ്വാസവഞ്ചനയ്ക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും ബിന്ദു പറഞ്ഞു. ചെങ്ങന്നൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്തതിന് പ്രകാരം വിശ്വാസവഞ്ചന, വ്യാജ തെളിവുണ്ടാക്കൽ തുടങ്ങിയവയ്ക്ക് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ ചുമത്തി മാന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണെന്നും ബിന്ദു പറഞ്ഞു. 16 വർഷങ്ങൾക്ക് മുമ്പ് മാന്നാർ കോയിക്കൽ മുക്കിന് വടക്കുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച തന്റെ സ്ഥാപനത്തിൽ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്തിരുന്ന സന്തോഷിനെ ജീവനക്കാരൻ എന്നതിലുപരി ഏറെ വിശ്വസിക്കുകയും സ്ഥാപനത്തിന്റെ പരസ്യങ്ങളിലും മറ്റും അയാളുടെ ഫോൺ നമ്പർ കൂടി ചേർത്ത് വെക്കുകയും ചെയ്തിരുന്നതായും ബിന്ദു പറഞ്ഞു. എന്നാൽ സ്ഥാപനത്തിന്റെ ജോലി കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഉണ്ടായ അച്ചടക്കമില്ലായ്മയെ തുടർന്ന് ഇയാളെ ഒഴിവാക്കുകയായിരുന്നുവെന്നും സ്ഥാപന ഉടമ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് അത് തുടങ്ങി അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ചെങ്ങന്നൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഒരു ലേഡി പുള്ളിക്കാരി ഒരു പുള്ളിക്കാരി 2 പെണ്ണുങ്ങൾ നമ്മുടെ കടയിൽ നമ്മുടെ ഓഫീസിൽ വരിക. വന്നിട്ട് എന്നോട് പറഞ്ഞത് ഞങ്ങളൊരു ചിട്ടി തുടങ്ങാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ ചിട്ടിയുടെ ഫോം എടുത്ത് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ തോന്നിയില്ല ചിട്ടി ചേരാനായിട്ട് വന്നതല്ല. അപ്പോൾ അവരെന്നോട് സന്തോഷിനെ കാണണമെന്ന് ആവശ്യപ്പെടുക. അപ്പം സന്തോഷ് എന്തെങ്കിലും ചോദിക്കുകയും ഞാൻ പറഞ്ഞു സന്തോഷ് കളക്ഷനെ പൊക്കോണ്ടിരുന്നാണ്. അപ്പോൾ സന്തോഷ് ഇപ്പോൾ മാറി തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥാപനം ഇട്ടിട്ടുണ്ട്, ശ്രീലക്ഷ്മി എന്ന പേര്. അപ്പം അവർ പറഞ്ഞത് സന്തോഷിനെ അന്വേഷിച്ച് വന്നാണ്. സന്തോഷ് രജിസ്ട്രേഷൻ ഇല്ലാതെ ചിട്ടികൾ തുറക്കുന്നു പറഞ്ഞിട്ട് 15 വർഷത്തെ പാരമ്പര്യം വലിയ പലിശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിട്ടിക്ക് ലൈസൻസ് ഇല്ല. അപ്പോൾ അതുമായിട്ടുള്ള സംബന്ധിച്ച് അവർക്കെന്ത് പരാതി കിട്ടി, അത് അന്വേഷിക്കാൻ വന്നു. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മുടെ പേര് അതിലെല്ലാം മത്സരിക്കപ്പെടുന്നത് ശ്രീലക്ഷ്മി എന്നുള്ള നമ്മുടെ ഒരു പേരാണ്. കാര്യം ഇവർ സ്റ്റോർ ബുക്കിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞ് ശ്രീലക്ഷ്മിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കൊണ്ടുവന്ന് നമ്മുടെ അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഫെയിലിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു ട്രേഡ് മാർക്കിന് മൂവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്നത് ചിട്ടി ഇൻസ്പെക്ടറായിരുന്നു ആലപ്പുഴയിൽ ലേഡി. അവരുടെ പേര് സോമ എന്നായിരുന്നു. അവരെനിക്ക് കോൺടാക്ട് നമ്പർ അവരുടെ ഡീറ്റെയിൽസും എല്ലാം നമ്മളെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോയത്. അത് കഴിഞ്ഞ് അവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിലൊരു ട്രിവാൻഡ്രത്തെ ഒരു ലീഗൽ ഫേമിനെയാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഏറ്റവും പുറകിൽ നമുക്ക് ഏറ്റവും തുടക്കം തൊട്ടുള്ള പഴക്കമുള്ള എന്ത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ് എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്നുള്ള റെസിപ്റ്റ്, പബ്ലിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏതൊക്കെ റെസിപ്റ്റ്സോ കാര്യങ്ങളോ എന്തൊക്കെയാണോ നമ്മുടെ ഫേമുമായിട്ടുള്ളത് അത് സംഘടിപ്പിച്ച് അറ്റാച്ച് ചെയ്ത് നമുക്ക് ട്രേഡ് മാർക്കിന് ആപ്ലിക്കേഷൻ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് എന്താണ് ഞങ്ങൾ ഓൾറെഡി പുതിയൊരു ചെരുപ്പുഴയുടെ 3ാമത്തെ ബ്രാഞ്ച് തുടങ്ങുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ബിസിയായി. അതുകൂടാതെ നമ്മൾ അന്ന് അപ്രോച്ച് ചെയ്തിരുന്ന ആ ലീഗൽ ഫേമിൻ്റെ ഡയറക്ടർ അജയ് കമ്പത്ത് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി ഒരു സൈലന്റ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ മരിച്ചു പോയത്. സ്കൂളിനടുത്ത് ഹോമിയോ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥാപനം നടത്തുകയാണ്. എൻ്റെ പേര് ബിന്ദു എന്നാണ്. അപ്പോൾ 2009-ലും 2011-ലും നമ്മളിത് പഞ്ചായത്തിൽ പ്രൊഫഷണൽ ടാക്സ് അടച്ചതിൻ്റെ റെസീറ്റാണ് ഇത് രണ്ടും അതിൻ്റെ ഒറിജിനലാണ്. അപ്പം നമ്മുടെ കൂടെ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യൻ, അവന് ഒരു അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക രീതിയിലും ജോലി സമയങ്ങളിലുള്ള ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഏകദേശം 13-14 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നമ്മുടെ അടുത്ത് പുള്ളിയെ മാറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി ഒരു ചെരുപ്പ് കട തുടങ്ങുന്നു നമ്മുടെ കുറ്റിമുക്കിന് സമീപത്ത്. അതും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെയാണ് തുടങ്ങിയത്. അതിൻ്റെ ഇനാഗുറേഷനിൽ പോയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും നമ്മളെ വലുതായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. ആ പേര് ചെരുപ്പ് കടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അയാൾക്ക് ഒരു നല്ലതാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ആ ചെരുപ്പ് കടയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സമയങ്ങളിൽ ഒരു കൃത്യതയില്ലാതെയായി. അവിടെ പോയ അവൻ്റെ കടയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ കളക്ഷൻ ഇറങ്ങാൻ വേണ്ടി താമസിക്കുന്നു. അതുപോലെ തന്നെ കളക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് എത്തിക്കുന്നില്ല. സമയത്തിലും എല്ലാം ഒരു വ്യത്യാസം. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, കാരണം ഇതൊരു സാമ്പത്തിക സ്ഥാപനമാണ്, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സന്തോഷിനെ വിളിപ്പിച്ചു.
അപ്പോൾ ആ ഇടയ്ക്ക് സന്തോഷിൻ്റെ കടയുടെ ഏകദേശം അതിന് തൊട്ടടുത്തുള്ള ആഴ്ചകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കളക്ഷനിലും ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അച്ഛനെ വിളിപ്പിച്ചു. ആദ്യം ഞാൻ സന്തോഷിനെ എല്ലാവരും അച്ഛനെ തന്നെയാണ് വിളിപ്പിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിങ്ങനെ അവൻ്റെ സ്ഥാപനം നമ്മുടേതുമായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ സന്തോഷിൻ്റെ സമയമില്ലായ്മ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് നടക്കുന്നില്ല. നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നുണ്ട്. ഇതുവരെ ആ ട്രേഡ് മാർക്ക് ഇല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഞാൻ ആപ്ലിക്കേഷൻ ഇടുവാണെങ്കിൽ 3 തൊട്ട് 6 മാസം വരെ വേറെ ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരാണോ ആദ്യം ആപ്ലിക്കേഷൻ ഇട്ടത് അവർക്കത് അപ്രൂവായി ട്രേഡ് മാർക്ക് ഇഷ്യൂ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കിട്ടും. അപ്പം പിന്നീടുള്ള കാര്യം ഒറിജിനൽ ആരാണോ അല്ലെങ്കിൽ രണ്ടാമത് ആരാണോ നിൽക്കുന്നത് അതൊക്കെ പിന്നീട് കേസ് പറഞ്ഞ് 10-20 വർഷത്തോളം മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് പ്രോസസ്സായി മാറും. നമ്മളിത് ദൈവകാര്യം കൊണ്ട് അവരതെടുത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ അറിഞ്ഞതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഇത് ചെയ്തു. സി ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.